നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റിന് അഭിമാന നേട്ടം. ഐക്യരാഷ്ട്രസഭയുടെ കമ്മിറ്റി ഓൺ ദ പീസ്ഫുൾ യൂസസ് ഓഫ് ഔട്ടർ സ്പേസ് 2ാം പേഴ്സൺ സ്ഥാനത്തേക്ക് ഷെയ്ഖ ഹെസ ബിൻത് അലി അൽ ഖലീഫ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അറബ് മുസ്ലിം വനിതയാണ് ഷൈഖ. VVNA-യിൽ നടന്ന കമ്മിറ്റിയുടെ 68ാമത് സമ്മേളനത്തിനാണ് ഷൈഖ തിരഞ്ഞെടുക്കപ്പെട്ടത്. ബഹ്റിനിലെ മുൻ നിയമകാര്യ വകുപ്പ് മന്ത്രിയും ആദ്യകാല നിയമ പണ്ഡിതനുമായ ഡോക്ടർ ഹുസൈൻ അൽ ബർഹനയുടെ മൃതദേഹം ഇന്നലെ പ്രാദേശിക സമയം 5 മണിക്ക് അൽഹൂറ സെമിത്തേരിയിൽ ഖബറടക്കി. നീണ്ട 26 വർഷത്തെ സർക്കാർ സേവനത്തിലൂടെ രാജ്യത്തിന്റെ ഭരണഘടനാ വ്യക്തിത്വങ്ങളിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയവരിൽ ഒരാളായി അൽ ബർഹന മാറിയിരുന്നു. നിയമകാര്യത്തിൽ അഗ്രഗണ്യനായിരുന്നു. 1973-ലെ ബഹ്റിൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ അൽ ബർഹന വലിയ പങ്കുവഹിച്ചിരുന്നു. പ്രാദേശിക തലത്തിൽ മാത്രമല്ല, രാജ്യാന്തര നിയമരംഗത്തും അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിലായി ഒട്ടേറെ നിയമഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ബഹ്റിനിൽ നിന്ന് വിദേശ രാജ്യത്ത് പോയി നിയമം പഠിച്ച ആദ്യകാല സ്വദേശികളിൽ ഒരാളാണ് അൽ ബർഹന. പ്രാദേശിക, രാജ്യാന്തര തലത്തിൽ നിയമ നീതിന്യായ രംഗത്ത് നിസ്തുല സേവനം കാഴ്ചവെച്ചതിന് ഒട്ടനവധി അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. N&M പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബോബി പുളിമുട്ടിൽ എഴുതി ഈണം പകർന്ന ഈശോ എൻ നാഥൻ എന്ന ക്രിസ്തീയ ഭക്തിഗാനം ജൂലൈ 4-ന് അരികെ അച്ചായൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്യുന്നു. ബോബി പുളിമുട്ടിലും എബ്രഹാം ജോണും ചേർന്നാണ് ഭക്തിഗാനം ആലപിച്ചിരിക്കുന്നത്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ബിനു വർഗീസ്, റെക്കോർഡിംഗ് ചെയ്തിരിക്കുന്നത് ഗൗരി ഡിജിറ്റൽ സ്റ്റുഡിയോ, ബഹ്റിനാണ്. ഈ ഗാനത്തിന് ഏവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി ഈശോ എൻ നാഥൻ ടീം അറിയിച്ചു. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളികളുടെ വേതന മോഷണം, നിയമപരവും ഭരണപരവും നയതന്ത്രപരവുമായ വെല്ലുവിളികൾ എന്ന വിഷയം മുഖ്യപ്രമേയമായി എടുത്തുകൊണ്ട് പ്രവാസി ലീഗൽ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി മീറ്റ് 2025 ജൂൺ 28-ന് തിരുവനന്തപുരം YMCA ഹാളിൽ നടന്നു. യോഗം തിരുവനന്തപുരം പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് മേജർ ശശാങ്ക് ത്രിവേദി ഉദ്ഘാടനം ചെയ്തു. വിദേശങ്ങളിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്റെ ഓഫീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രവാസി ലീഗൽ സെല്ലുമായി സഹകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മെമ്പർ സെക്രട്ടറിയും സബ് ജഡ്ജുമായ S. ഷംനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. നോർക്ക റൂട്ട്സും പ്രവാസി ക്ഷേമ ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അവകാശമുണ്ടെന്നും തന്റെ ഓഫീസിനെ പ്രവാസികൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രയോജനപ്പെടുത്താമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പ്രശസ്ത കുടിയേറ്റ പഠന വിദഗ്ധനും IIMAD തലവനുമായ പ്രൊഫസർ ഇരുദയരാജൻ പങ്കെടുത്തു. ചടങ്ങിൽ പ്രവാസി ലീഗൽ സെൽ കേരള ചാപ്റ്ററിന്റെ പ്രസിഡന്റും മുൻ ജില്ലാ ജഡ്ജും കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണുമായ P. മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. നിലവിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനങ്ങളുടെ പരിധിയിൽ നിന്നും 60 വയസ്സിന് താഴെയുള്ള പ്രവാസി പുരുഷന്മാരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ നാട്ടിലുള്ള ബന്ധുക്കളായ സ്ത്രീകൾ വഴി വിഷയങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഇടപെടൽ സാധ്യമാക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് നടന്ന പാനൽ ചർച്ചയിലും ഓപ്പൺ ഫോറത്തിലും പ്രവാസികൾ തങ്ങളുടെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റായ അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം മോഡറേറ്ററായിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട
വിശിഷ്ട വ്യക്തിത്വങ്ങളായ മേജർ ശശാങ്ക് ത്രിവേദി, പി മോഹനദാസ്, എസ് ഷംനാഥ് എന്നിവർ പാനൽ ചർച്ചയിലും പങ്കെടുത്തു. സംസ്ഥാന മനുഷ്യാവകാശ കേന്ദ്രം ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത്, സാമൂഹ്യ പ്രവർത്തക ഷീബ രാമചന്ദ്രൻ, ബഷീർ പാണ്ടിക്കാട് എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാരങ്ങൾ പ്രവാസി ലീഗൽ സെൽ ഭരണസമിതി അംഗങ്ങളായ തൽഹത്ത് പൂവച്ചൽ, നന്ദഗോപകുമാർ, നിയാസ് പൂജപ്പുര, ശ്രീകുമാർ എന്നിവർ, മേജർ ശശാങ്ക് ത്രിവേദി, പ്രൊഫസർ ഇരുദയരാജൻ, എസ് ഷംനാഥ്, MS ഫൈസൽ, പ്രതിനിധി പ്രജീഷ് കുമാർ എന്നിവർക്ക് നൽകി. ചടങ്ങിൽ പ്രവാസി ലീഗൽ സെല്ലിന്റെ സൗദി ചാപ്റ്റർ ഉദ്ഘാടനം ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം നിർവഹിച്ചു. സൗദി കോർഡിനേറ്ററായ പീറ്റർ എബ്രഹാം ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. പ്രവാസി ലീഗൽ സെല്ലിന്റെ 2009 മുതൽ 25 വരെയുള്ള പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത വിവരണം അടങ്ങിയ ബുക്ക്ലെറ്റിന്റെ പ്രകാശനം ഭരണസമിതി അംഗം ജിഹാംഗീർ നിർവഹിച്ചു. കന്യാകുമാരി ജില്ലയിലുള്ള നെയ്യാറ്റിൻകരയിലെ നിംസ് മെഡിസിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള നൂറുൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിലെ സയൻസ്, കൊമേഴ്സ്, എഞ്ചിനീയറിംഗ്, IT, പാരാമെഡിക്കൽ തുടങ്ങിയ വിവിധ കോഴ്സുകളിൽ നിന്നും 5 സീറ്റുകൾ പ്രവാസി ലീഗൽ സെൽ സ്പോൺസർ ചെയ്യുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫീസ് അടക്കം പൂർണ്ണമായും സൗജന്യമായി നൽകുമെന്ന് നിംസ് പ്രതിനിധിയും സീനിയർ മാനേജറുമായ രാജേഷ് കുമാർ പറഞ്ഞു. ഇതിന്റെ നടപടികൾ ഉടനെ തന്നെ പ്രവാസി ലീഗൽ സെല്ലിനെ അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രവാസി ലീഗൽ സെൽ കേരള ചാപ്റ്റർ പ്രസിഡന്റ് പി മോഹനദാസ് അധ്യക്ഷനായി പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ മുരളീധരൻ സ്വാഗതവും ട്രഷറർ തൽഹത്ത് പൂവച്ചൽ നന്ദിയും രേഖപ്പെടുത്തി. PLC ഇടുക്കി കോർഡിനേറ്ററായ ബെന്നി പിരകിലത്ത് അവതാരകനായിരുന്നു. അനിൽകുമാർ, ശ്രീകുമാർ, തൽഹത്ത് തുടങ്ങിയവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. 2029 നടക്കുന്ന അടുത്ത ക്ലബ് ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയരാകാൻ ഖത്തർ സന്നദ്ധത പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട്. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഒരുക്കിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് മികച്ച രീതിയിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കാനാകുമെന്ന് ഖത്തർ ഫിഫയെ അറിയിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം നിലവിലെ ഷെഡ്യൂൾ പ്രകാരം ഖത്തറിൽ ടൂർണമെന്റ് നടത്താനാവില്ല. ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വേനൽക്കാലമായതിനാൽ ഖത്തറിൽ ചൂട് കഠിനമാകുമെന്നതിനാൽ ശൈത്യകാലം തുടങ്ങുന്ന ഡിസംബറിലേക്ക് ടൂർണമെന്റ് മാറ്റേണ്ടി വരും. യൂറോപ്യൻ ലീഗുകളുടെ ഷെഡ്യൂളിനെ ഇത് ബാധിക്കുമെന്നതിനാൽ ഇക്കാര്യത്തിൽ യുവേഫ എതിർപ്പ് ഉന്നയിക്കുമെന്ന ഉറപ്പാണ്. ഖത്തറിന് പുറമെ 2030 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന 2 രാജ്യങ്ങളായ സ്പെയിനും മൊറോക്കോയും ബ്രസീലിനൊപ്പം സംയുക്തമായ ആതിഥേയത്തിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൊടും ചൂടിൽ ഉരുകി വലയുകയാണ് യൂറോപ്പ്. വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ താപനില ഉയർന്നതോടെ പല രാജ്യങ്ങളും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഭൂഖണ്ഡമാകെ ആഞ്ഞടിക്കുന്ന ഉഷ്ണതരംഗമാണ് ചൂട് വർദ്ധിക്കാൻ കാരണം. തുർക്കിയിൽ പടർന്നുപിടിച്ച കാട്ടുതീ നിയന്ത്രണ വിധേയമായില്ല. മിതമായ ചൂട് ആസ്വദിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ അത്യുഷ്ണത്തിന്റെ പിടിയിലാണ്. ഉഷ്ണതരംഗം ആഞ്ഞടിച്ചതോടെ ഭൂഖണ്ഡമാകെ ചൂടിൽ വിയർക്കുകയാണ്. സ്പെയിനിലും പോർച്ചുഗലിലും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത്, 46 ഡിഗ്രി സെൽഷ്യസ്. ഫ്രാൻസും റോമും ഇറ്റലിയും ജർമ്മനിയും അത്യുഷ്ണത്തിന്റെ പിടിയിലാണ്. മിക്ക രാജ്യങ്ങളിലും കഴിഞ്ഞ ജൂണിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ 5 മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നു. ലണ്ടനിൽ 33 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. ഫ്രാൻസിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു ഇടവേള. Let your child shine with creativity, confidence, and a whole lot of fun. iMac Cochin Kalabavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting, and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions, and much more to keep the excitement going. Worried about transport? We've got it covered.
And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity and new friendships. കേരള സൗദി സെക്ടറിലെ യാത്രക്കാർക്ക് ആശ്വാസമായി കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്ക് ആകാശ എയറിന്റെ നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് പുതിയ സർവീസിന് തുടക്കമായത്. ആഴ്ചയിൽ 4 സർവീസുകളാണ് ആകാശ എയർ ഈ റൂട്ടിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കൊച്ചി ജിദ്ദ സെക്ടറിൽ ഇന്നലെയായിരുന്നു ആകാശ എയറിന്റെ ആദ്യ സർവീസ്. ശനി, തിങ്കൾ ദിവസങ്ങളിൽ ഓരോ സർവീസും, ഞായറാഴ്ചകളിൽ 2 സർവീസും വീതമാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും നന്ദി പറഞ്ഞ് പുതിയ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരള പോലീസ് പ്രൊഫഷണൽ സേനയാണ് റവാഡ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു. ലഹരിമരുന്ന് തടയാൻ ശക്തമായ നടപടിയെടുക്കും. നിലവിൽ ചില ഡ്രൈവുകൾ നടക്കുന്നുണ്ട്. കൂടുതൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ പരമാവധി ശ്രമം നടക്കുമെന്നും DGP പറഞ്ഞു. കേരളത്തിലേക്ക് തിരിച്ചുവരവിൽ സന്തോഷമുണ്ട്. വെല്ലുവിളികൾ ഒരുപാടുണ്ട്. പക്ഷേ പോലീസ് ഒറ്റക്കെട്ടായി അതിനെ നേരിടുമെന്നും DGP പറഞ്ഞു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. നിലവിലുള്ള ചികിത്സ തുടരുമെന്നും വെന്റിലേറ്റർ സപ്പോർട്ടും CRRTയും തുടരുമെന്നും ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. ആന്റിബയോട്ടിക് ചികിത്സയെ തുടരുമെന്നും ആവശ്യമെങ്കിൽ ചികിത്സയിൽ ഉചിതമായ മാറ്റം വരുത്തുമെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. അതിനിടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി VSനെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി സന്ദർശിച്ചിരുന്നു. VS അച്യുതാനന്ദൻ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നത് പ്രതീക്ഷ നൽകുന്നുവെന്നും MA ബേബി പറഞ്ഞു. തുടർച്ചയായ ഡയാലിസിസ് ഇന്നു മുതൽ തുടങ്ങും. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ഈ ആരോഗ്യാവസ്ഥയെ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MA ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.